സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് വി.ഡി. സതീശൻ പറയുന്നു. തനിക്ക് ആകെ അറിയാവുന്നത് കോടതി വഴി ലഭിക്കുന്ന വിവരം മാത്രമാണെന്നാണ് പറയുന്നത്. അതേസമയം ബി.ജെ.പി. അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ തുടക്കം എന്ന് പറയുന്നത് കോൺഗ്രസ് ഭരണകാലത്ത് തുടങ്ങിയിട്ടാണ് എന്ന് പറയുന്നു. എന്നാൽ ഈ രണ്ട് കൂട്ടരും ഈ വിഷയത്തെക്കുറിച്ച് യാതൊരു തരത്തിലുമുള്ള സമരമോ പ്രക്ഷോഭമോ ഒന്നും സംഘടിപ്പിക്കുന്നില്ല. അതേസമയം നമുക്കറിയാം, നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ CPM ഇവിടെ എന്തായിരുന്നു ചെയ്തു കൂട്ടാൻ പോവുക എന്നുള്ളത്. സത്യത്തിൽ ഈ പറയുന്ന ഈ രണ്ട് കൂട്ടരും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? തീർച്ചയായിട്ടും. ഇതിനകത്ത് സതീശനടുത്ത് നമുക്ക് പറയാനുള്ളൊരു കാര്യം, സതീശൻ അറിയത്തില്ലെങ്കിൽ, സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പുള്ളിക്ക് അറിയത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ, പുള്ളി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള 2 MP മാരുണ്ട്. പത്തനംതിട്ട MP ആൻഡ്രോണിനടുത്ത് ചോദിച്ചാൽ മതി. ഈ സ്വർണ്ണക്കൊള്ളയുടെ പ്രധാനിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാന്ന് പറഞ്ഞു കൊടുക്കും. രണ്ടിപ്പം അദ്ദേഹത്തിൻ്റെ UDF കൺവീനർ ഉണ്ടല്ലോ, അദ്ദേഹം ആറ്റിങ്ങൽ MP-യാണ്, പ്രകാശ്. അദ്ദേഹത്തിൻ്റെ ഇതും ചോദിച്ചാൽ മതി. ഇനി ഇവരെ രണ്ടുപേർക്കും അറിയത്തില്ലെങ്കിൽ വേറെ അടുത്ത് ചോദിച്ചാൽ മതി, സോണിയാഗാന്ധി അടുത്ത് ചോദിച്ചാൽ മതി. കുടുംബസമേതം സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന പോസ്റ്റുകൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് CPM-മാരായിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ നമ്മൾ ഇവരെ രണ്ടുപേരുടെയും കൂടെ വേണമെങ്കിൽ ഇവിടെയൊക്കെ വന്നപ്പോൾ ഓടി വന്ന് ചാരി ഇന്ന് ഫോട്ടോ എടുത്താന്നങ്ങ് പറയാം. അല്ലെങ്കിൽ ഞാൻ പ്രകാശൻ അറിയത്തില്ല ആരൊക്കെ വന്ന് രാവിലെ ഫോട്ടോ കൊടുക്കും, അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ണിയെണ്ണം പോറ്റി എടുത്തതാ. അല്ലെങ്കിൽ മറ്റേ പറയാം, ഞാൻ പത്തനംതിട്ടക്കാരനില്ല, MP ആയിട്ട് ശബരിമല അവിടെ വിഷയമായിട്ടൊക്കെ ഇയാൾ വന്നൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ സോണിയാഗാന്ധിയുടെ കൂടെ അങ്ങനെ ആർക്കും ചാരി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. സ്വന്തം ഭാര്യയുടെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഭാര്യയും കൊണ്ടുപോയി അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനൊക്കത്തില്ലോ, കുടുംബ ഫോട്ടോ എടുക്കാനൊക്കത്തില്ല. അപ്പോൾ അതിനകത്തൊരു കാര്യമില്ല. സോണിയാഗാന്ധിയെ പറ്റി പരിശോധിക്കുമ്പോൾ വേറെ വലിയ കാര്യമുണ്ട്. സോണിയാഗാന്ധി അങ്ങനെ വലിയ ഹൈന്ദവ സംസ്കാരത്തെ അല്ലെങ്കിൽ എടുത്തു കാണിക്കുന്ന ആളും, അല്ലെങ്കിൽ അത്തരത്തിൽ തിരുമേനിമാരുടെയും അല്ലെങ്കിൽ തന്ത്രിമാരുടെയും അല്ലെങ്കിൽ ഇതുപോലെ അതിൻ്റെ ഉയർന്ന ഇതിലിരിക്കുന്ന ആൾക്കാരുടെ അനുഗ്രഹം മേടിക്കുന്ന ആളൊന്നുമല്ല നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് പല ഇയാൾ പൂണൂലുമൊക്കെ എടുത്ത് വെളിയിലിട്ടുകൊണ്ട് വല്ല മോളും മോനും ഒക്കെ കുറിയൊക്കെ ഇട്ടുകൊണ്ട് ഇലക്ഷൻ സമയത്ത് നടക്കുന്നതിനപ്പുറം ഇവരതിനൊന്നും പോയിട്ട്, ഇലക്ഷൻ സമയത്തും പോയിട്ടില്ല, അല്ലെങ്കിൽ മറ്റു പല കാര്യത്തിന് ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുന്നില്ല. കാരണം അവർക്ക് അതിനോട് താല്പര്യമില്ല. പിന്നെ അവരെ നമ്മൾ കുറ്റമൊന്നും പറയുന്നില്ല, അവരെ ആ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. അവർക്ക് ക്രിസ്ത്യൻ സംസ്കാരത്തോടാണ് താല്പര്യം, അല്ലാതെ വിശ്വസിക്കുന്ന ഒരാളാണ്, പിന്നെ എതിർക്കുന്നില്ല എന്നുള്ളതായിരിക്കും അത് രാഷ്ട്രീയക്കാർ. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്നത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്നത് ഇത്രയും ഇടപെടണമെങ്കിൽ അദ്ദേഹമായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ ഈ കോടതി പറഞ്ഞ പോലെ അന്താരാഷ്ട്ര റാക്കറ്റിൻ്റെ ഭാഗമായിട്ട് ഉള്ള കാര്യം നമുക്ക് ഇതിനകത്തുനിന്ന് വേണമെങ്കിൽ ഊഹിച്ചെടുക്കാം. കാരണം ഇതുപോലെ പഴയ സാധനങ്ങൾ മേടിച്ചെടുത്ത് കച്ചവടം ചെയ്യുന്ന ഒരു മരുമോനുണ്ട്, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബിസിനസ് ഇതാ. ലോകത്ത് എവിടെ നിന്നാലും കോടിക്കണക്കിന് രൂപയ്ക്ക് പഴയ സാധനം മേടിച്ച് വിൽക്കുന്ന കച്ചവടവും മറിച്ചു കൊടുക്കുന്ന അച്ഛന് പോലും പിച്ചളപാത്ര കച്ചവടക്കാരനാ, കുറ്റമൊന്നും പറയല്ല. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? അല്ലെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലം മൻമോഹൻ സിംഗ് ഇരുന്ന സമയത്ത് എല്ലാ വശത്തു കൂടിയും സ്വന്തം മരുമോനെയും മകളെയും സാമ്പത്തികമായിട്ട് ഉയർച്ചയിൽ ഉണ്ടാക്കുന്നതിനും അതിന് കോൺഗ്രസിന് സംസ്ഥാന ഗവൺമെൻറ്റുകളെ വസ്തുക്കച്ചവടത്തിനായാലും പല കച്ചവടത്തിനും ഉപയോഗിച്ചതും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രതിരോധ സംവിധാനത്തിന് ആയുധ കച്ചവടത്തിന് അകത്ത് വരുന്ന കമ്മീഷൻ മകന് വേണ്ടി മാറ്റിവെച്ചതും ഒക്കെ നോക്കുമ്പോൾ ഈ ഒരു ഇടപാടിനകത്തും അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചൂടെ രാജേന്ദ്ര റാക്കറിന്? പിന്നെ രാജീവ് ചന്ദ്രശേഖർ ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നിട്ട് അതിന് വേണ്ടി കാലമൊന്നും ആയില്ലല്ലോ. 1 കൊല്ലം 1.5 കൊല്ലം അല്ലേ ആയുള്ളൂ. അദ്ദേഹത്തിന് ഇതിനകത്ത് ഒരു പങ്കുമില്ല. അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് ആണ്. അദ്ദേഹം പറയുന്ന കോൺഗ്രസ് ആണെങ്കിൽ പുള്ളിയുടെ പാർട്ടി എന്താ ഇതിനെതിരെ സമരം നടത്താത്ത? ഏതാണ്ട് ഒരു ദിവസം മഴയത്ത് അവിടെ ഇരുന്നൊരു മുദ്രാവാക്യം വിളിച്ചാലേ ഉള്ളൂ. ആ സമരം ഈ വലിയ പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുപോകാമല്ലോ. ആ സമരം ഈ പറയുന്ന പോലെ നമുക്ക് സെക്രട്ടേറിയറ്റിൽ പോകാമല്ലോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തടയാമല്ലോ, മന്ത്രിമാരെ തടയാമല്ലോ. നിരന്തരം ഈ പ്രക്ഷോഭമായിട്ട് ഈ പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാമല്ലോ. ഇതൊന്നും BJP-കാരെ നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പം അതെന്താ BJP-കാരൻ അങ്ങനെ നിൽക്കാത്തത്? അപ്പം രാജീവ് ചന്ദ്രശേഖരനും മുമ്പേ ഉള്ള BJP നേതാക്കന്മാർ തന്ത്രിയെ വെള്ളപൂശാനും അല്ലെങ്കിൽ ഈ വിഷയത്തിനകത്ത് മൗനം പാലിക്കുന്നതിനകത്തും ആരെങ്കിലും അല്ലെങ്കിൽ വിശാലമായിട്ട് അന്വേഷിച്ചാൽ ഈ പപ്പൻ പറയുന്നത് പോലെ 2007 തൊട്ട് പോറ്റിയുണ്ടേ അവിടെ. അപ്പം ഞാൻ 2017 തൊട്ടാണ് വന്നത്. പപ്പൻ പറയുന്നതിൻ്റെ കാര്യമുണ്ട്. 2007 തൊട്ട് അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട്, ദേവസ്വം ബോർഡ് മന്ത്രിമാരുണ്ട്. ഈ പോറ്റി ഉണ്ടെങ്കിൽ ഈ പപ്പനല്ലാത്ത ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒരു അന്നത്തെ മന്ത്രിയും ഒരു പോറ്റിയും കൂടെ ഒരു കൊള്ള നടക്കാം, അല്ലെങ്കിൽ നടന്നിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. രാഷ്ട്രീയമായിട്ട് അങ്ങനെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം രാഷ്ട്രീയമായിട്ട് സംസാരിച്ചിട്ടാണ്. തന്ത്രി ഇതിനകത്തുണ്ടെന്ന് അയാൾ പറഞ്ഞല്ലോ. ദൈവ സാന്നിധ്യമുള്ള ആളുണ്ട്. ഇപ്പം മൊഴി കൊടുത്തപ്പോൾ തന്ത്രിയുടെ പേര് പറയുന്നുണ്ട്. തന്ത്രിയെ വളരെ കൃത്യമായിട്ട് ആരും തന്ത്രിയെ തൊടുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? തന്ത്രി നിരപരാധിയാണ്, കോൺഗ്രസിന് നിരപരാധിയാണ്, BJP-ക്ക് നിരപരാധി, CPM-ന് നിരപരാധിയാണെന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇതിനകത്ത് BJP-യുടെ നേതാക്കന്മാരെന്താ ഇത്രയും മൗനം പാലിക്കുന്നത്? കഴിഞ്ഞ ദിവസം ചുമ്മാതെ കേസ് പെട്ടെന്ന് അങ്ങ് തീർക്കണമെന്നാണ് മുൻ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്. എന്താ പെട്ടെന്ന് തീർക്കുന്നതിന് പുള്ളിക്ക് കേസിനകത്ത് വലിയ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ? അല്ലെ പുള്ളിക്ക് ഇത് പെട്ടെന്ന് തീർത്തിട്ട് കാര്യം പെട്ടെന്ന് പല്ലേയാന്നേലും എല്ലാ ഗൂഢാലോചനയും എല്ലാവരെയും വെളിക്കൊണ്ടു തീർന്നു. അപ്പോൾ കേസ് വിശാലമായിട്ട് അന്വേഷിച്ചാൽ എന്തെങ്കിലും കുഴപ്പം വരുമെന്ന് ഭയന്നിട്ടാണോ?
അല്ലെങ്കിൽ മുന്നോട്ട് ഇതിനപ്പുറം കേസ് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരും BJPയുടെ ഉന്നതന്മാരും ഒക്കെ വരുമോ? രാജീവ് ചന്ദ്രശേഖർ എന്തായാലും വരത്തില്ല, നമുക്കറിയാം. പുള്ളി ഇതിനകത്ത് വരത്തില്ല. പുള്ളി അതിന് വേണ്ടി നാളായിട്ടില്ല വന്നിട്ടില്ല. പുള്ളി കേരളത്തിൽ കൃത്യമായി നിന്നിട്ടുള്ള രാഷ്ട്രീയക്കാരനൊന്നുമല്ല. അപ്പോൾ ഇതിനകത്ത് കോൺഗ്രസിൻ്റെ ഉന്നതരിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കോടതി വിചാരിച്ചതുപോലുള്ള ഒരു കാർട്ടൽ അല്ലെങ്കിൽ കടൽ കടത്താൻ പ്രാപ്തമായിട്ടുള്ളവർ ഒരുപക്ഷെ EDക്കും NIAക്കും പോലും നേരിട്ട് അത്ര പെട്ടെന്ന് ചെല്ലാൻ പറ്റാത്ത ചില ആളുകളിലേക്കൊക്കെ ഒരുപക്ഷെ റോബർട്ട് വാദ്രയിലൊക്കെ ഈ സാമാനം പോയാലും കുറ്റം പറയാനൊക്കത്തില്ല. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ ഒളിക്കാനുണ്ട്. അത് പാർട്ടിക്കപ്പുറം BJPക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന സ്ത്രീ പ്രവേശനം. അതിനെക്കാട്ടി പ്രയോജനപ്പെടുത്താവുന്ന മുദ്രാവാക്യമല്ലേ ശബരിമല കൊള്ള. ഈ താഴെത്തട്ടിലേക്ക് കൊണ്ടുപോയി 2026 ഒരുപക്ഷെ ഇപ്പോൾ ഇരിക്കുന്ന CPMനെ വളരെ കൃത്യമായിട്ട് വിട്ടൂടെ? അതേ അല്ലെങ്കിൽ കളങ്കത്തിലാക്കണം. കാരണം അവിടെ നേതാക്കന്മാരല്ലേ അല്ല അകത്ത് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ കോൺഗ്രസിന് അടുത്ത പ്രാവശ്യം 26 അധികാരത്തിൽ വന്നേ മതിയാവത്തുള്ളല്ലോ. അതിനുവേണ്ടി ഇത് ഉപയോഗിച്ചൂടെ? എന്താ കോൺഗ്രസ് ഉപയോഗിക്കാത്തത്? അപ്പോൾ ഇതിനകത്ത് ആർക്കൊക്കെയോ എന്തൊക്കെയോ ഭയക്കുന്നു. വിശാലമായിട്ട് അന്വേഷിച്ചാൽ, കൃത്യമായിട്ട് അന്വേഷിച്ചാൽ, അതിൻ്റെ പുറകിലൊരു സമരമായിട്ട് നിന്നാൽ, അത് കൂടുതൽ വലിപ്പത്തിൽ അന്വേഷിക്കാൻ പറഞ്ഞാൽ ആരൊക്കെയോ പെട്ടുപോകുമെന്ന് ആരെങ്കിലുമൊക്കെ വിചാരിച്ച് നമുക്ക് കുറ്റം പറയാനൊക്കെ. പിന്നെ കോൺഗ്രസ്സിനകത്തും BJPക്കാർ നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിക്കൂടായികയില്ലല്ലോ. അപ്പം ആ രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ ഇതിൻ്റെ പിറകിലുണ്ട്. NIA കൊണ്ടുവരുന്നതിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖർ ഇതിൻ്റെ ഗൂഢാലോചനയിൽ NIA വരും, അല്ലെങ്കിൽ ഈ പറയുന്നത് വേണമെങ്കിൽ ED ആദ്യം വരും. അപ്പോൾ ED ഒക്കെ കോടതി പരിഗണിക്കുന്നതും കേസ് എത്രത്തോളം പോത്തൊന്നും വെച്ചിരിക്കുകയായിരിക്കും. അതിനുശേഷം ED ഒക്കെ വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. കാരണം ഇത് കടൽ കടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ വലിയൊരു കാർട്ടൽ ഇന്നത്ത് വരാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന 4-5 കോടി രൂപയ്ക്കൊന്നും ഈ നക്കാപ്പിച്ച പൈസ അയക്കും. നമ്മളെ സംബന്ധിച്ച് 4-5 കോടി രൂപ വലിയ വലിപ്പത്തിലുള്ള ഈ പറയുന്ന ഇടപെട്ടിരിക്കുന്നവർ, ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നവർ, പേര് കേൾക്കുന്നവർ, ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ ഒക്കെ നിസ്സാരമായി. ഈ 4-5 കോടി രൂപയൊക്കെ അവർക്ക് നിസ്സാരം. അപ്പോൾ കടൽ കടന്നെങ്കിൽ മാത്രമേ ആയിരക്കണക്കിന് കോടി രൂപയുടെ കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ വാതിൽപ്പടിയിലും ദ്വാരപാല ശില്പത്തിലും നോക്കിയിരിക്കുന്ന നമുക്ക് ഒരുപക്ഷെ വിശാലമായിട്ടുള്ള അന്വേഷണം വന്നാൽ പലതിലേക്കും വരുമെന്ന് ഭയക്കുന്നതുകൊണ്ടാണ് ഈ കോൺഗ്രസും അല്ലെങ്കിൽ ഈ BJPയും ഒക്കെ ഇത്രയും നല്ലൊരു മുദ്രാവാക്യം ഇവിടെ മൂന്നാമതും അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ കിട്ടിയ ഒരു മുദ്രാവാക്യം വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താത്തത് എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. അതായത് ഇതിനകത്ത് ഒരു പക്ഷേ കോൺഗ്രസും BJPയും ഉന്നതരും ഒക്കെ ഇതിനകത്ത് പങ്കുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം തിരുമേനിയെ വല്ലാതെ പപ്പൻ തിരുമേനിയെ കൊണ്ടേ പോകത്തുള്ളൂ എന്നാണ് പറയുന്നത്. തന്ത്രിയും കൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ പപ്പൻ അറിയാവുന്ന ഒരു തന്ത്രിയും പപ്പൻ അറിയാവുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അല്ലെ പപ്പൻ ഇതിനകത്ത് ഗൂഢാലോചന പ്രധാന കക്ഷിയാകുമ്പോൾ അവർ ഇതിനകത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമോ കാര്യം കാണും. പക്ഷേ അയാളെ സംരക്ഷിച്ച് ഇവിടുത്തെ BJPക്ക് ഒക്കത്തുള്ളൂ. അയാളെ നമുക്ക് അല്ലെങ്കിൽ അയാളെ തൊടുന്നതിനകത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പറ്റുന്ന ഒരു അവസ്ഥയില്ല. VD സതീശൻ ഈ കേസ് പോലും അറിയത്തില്ല. പ്രതിപക്ഷ അതൊട്ടും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമല്ലേ? പിന്നെ അതാ പറഞ്ഞത്, ഞാൻ VD സതീശൻ്റെ അടുത്ത് പറഞ്ഞത് അദ്ദേഹത്തിന് കേസിനെ പറ്റി അറിയണമെങ്കിൽ സോണിയാഗാന്ധി അറിയാമല്ലോ. സോണിയാഗാന്ധി എടുത്ത് ചോദിച്ചാൽ മതി ഉണ്ണികൃഷ്ണൻ തിരുമേനി ആരാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട KPCC പ്രസിഡന്റ് ആകാൻ തീരുമാനിച്ചിരുന്ന രാഹുൽ ഗാന്ധിയുടെ നോമിനി ആയിട്ടിരുന്ന ആളാണ് പത്തനംതിട്ടയിലെ ഈ പറയുന്ന ആന്റണി എന്ന് പറയുന്ന MP. അപ്പോൾ അയാൾ മോശക്കാരനൊന്നും അല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ചോദിച്ചാൽ മതി ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്. UDF കൺവീനർ ആയിട്ടുള്ള ഇതേ ഇരിക്കുന്ന ആറ്റിങ്ങൽ MP ആയിട്ടുള്ള അടൂർ പ്രകാശ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ചോദിച്ചാൽ മതി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്. ഇവരെ രണ്ടുപേർക്ക് ഇതുപോലെ യാദർച്ഛമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ അവിടുത്തെ കേരളത്തിലെ MPമാരാണെങ്കിൽ എങ്ങനെയും വന്ന് ഒപ്പിട്ടതാണെങ്കിൽ ഇവിടെയൊക്കെ കൃത്യമായിട്ട് എങ്ങനെ ഇവിടെയൊക്കെ അടുത്ത് വന്നിരുന്നെങ്കിൽ ഈ ഫോട്ടോ എടുക്കുന്നേ. അല്ലെങ്കിൽ സോണിയാഗാന്ധി കൊള്ളാം. സോണിയാഗാന്ധിയെ കോൺഗ്രസ് DK ശിവകുമാറിന് കാണാൻ പറ്റുന്നില്ല. അവിടുത്തെ പ്രധാനപ്പെട്ട ഈ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം തർക്കത്തിലിരിക്കുക, ഏറ്റവും കൂടുതൽ ഇപ്പോൾ കോൺഗ്രസിനെ നിലനിർത്തിയിരിക്കുന്ന അല്ലെ വരുമാനമുള്ള സംസ്ഥാനം പോയാൽ പ്രശ്നം ഉണ്ടാകുന്ന സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയെക്കാട്ടി പ്രാധാന്യമായിട്ട് അവർ കാണണമെങ്കിൽ മാസങ്ങളെടുക്കും. അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കൊരു ഡേറ്റ് ചോദിച്ചാൽ മാസങ്ങൾ കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ സ്ഥാനത്ത് തന്ത്രിയും തന്ത്രിയുടെ കുഞ്ഞും ഉണ്ണികൃഷ്ണൻ പോറ്റി. ആരാ ഉണ്ണികൃഷ്ണൻ പോറ്റി? ഇവിടുത്തെ സാധാരണ തിരുമേനി എന്നുള്ള ഇത് മാത്രം നമുക്കറിയാം. പരികർമ്മി. അപ്പം അയാൾക്ക് അവിടെ ചെന്ന് കാണാൻ പറ്റുന്നു. അയാൾക്ക് അവിടെ കുടുംബസമേതം കാണാൻ പറ്റും. അയാൾക്ക് അത്രയും ബന്ധം അവിടെ ഉണ്ടാകുന്നു. ആ ബന്ധം ഉണ്ടാവണമെങ്കിൽ, ആഴത്തിലുണ്ടാവണമെങ്കിൽ അതിനകത്തൊരു കച്ചവട ബന്ധം അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. കാരണം ഇയാൾക്കുള്ള സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ശബരിമലയിൽ നിന്ന് സാധനം അടിച്ചു മാറ്റി കൊടുക്കുന്ന സോഴ്സൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അടുത്തുനിന്ന് ഈ രീതിയിലുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പം അതും വാർദ്ധയും സോണിയയും കോൺഗ്രസും ഒക്കെ തമ്മിൽ ഇങ്ങനെ പറയുന്നു. അപ്പോൾ NIA കൊണ്ടുവരാൻ ചന്ദ്രശേഖരന് വേണമെങ്കിൽ പറയാം, BJPക്ക് പറയാം, അല്ലെങ്കിൽ EDക്ക് പറയാം, അവരുടെ കൂട്ടത്തിൽ. അതിന് പറയാതെ സമരം ചെയ്യാതെ നിൽക്കുന്നിട്ട് എന്തെങ്കിലും ജനം ചോദിക്കുമ്പോൾ ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ചില വാചകങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക. അല്ലെ പത്രക്കാർ വരുമ്പോൾ, പത്രക്കാർ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ എന്തോ വിചാരിക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയാലൊന്നും കാര്യമില്ല. അത് ഈ കൊള്ളയ്ക്കകത്ത് ഈ വമ്പൻ കാർട്ടൽ അല്ലെങ്കിൽ കൊള്ള സംഘമുണ്ട്. അതിനകത്ത്
ഈ വിശാലമായിട്ട് അന്വേഷിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ഒരുപക്ഷെ BJPയും കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഉണ്ടാകും. CPM പറഞ്ഞു അന്വേഷിച്ചു ഞാൻ CPM സംസ്ഥാന സെക്രട്ടറി അല്ലേ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചു, ഞങ്ങളുടെ അതിനകത്ത് ഞങ്ങൾ വിശ്വസിച്ച് ചിലരെ ഏൽപ്പിച്ചു, അവന്മാർ കൊള്ള ചെയ്തു, ഈ പാർട്ടിക്ക് അതിന് സ്ഥാനമില്ല, കണ്ടോ അവരിനകത്ത് തലയൂരോ, പ്രതിപക്ഷവും ഭരണപക്ഷവും അവർക്ക് ഇതിനകത്ത് സ്ഥാനമില്ല, അവൻ കമ്മ്യൂണിസ്റ്റ് അല്ല. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യസന്ധനായിരിക്കണം. മുഖംമൂടി ഇട്ട കമ്മ്യൂണിസ്റ്റുകാർ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ഇപ്പോൾ ഉണ്ടാകത്തില്ല. അബദ്ധം പറ്റിയാൽ അവനെ പുറത്താകും. അപ്പോൾ അതേ രീതിയിൽ അവർ പ്രതിരോധിച്ചു കഴിഞ്ഞു. അവരുടെ പാർട്ടിക്കകത്ത് ഇനിയും ഉണ്ടെങ്കിൽ, അപ്പോൾ ഇനിയും വേണമെങ്കിൽ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എല്ലാവരും നോക്കിയിരിക്കുന്നത്, അയാളെ ചോദ്യം ചെയ്താൽ ഇതേ അവസ്ഥയാണ്. അപ്പോൾ ആ പാർട്ടി പ്രതിരോധിക്കും. ആ പാർട്ടിക്ക് ഇങ്ങനെ പ്രതിരോധിക്കാൻ പറ്റാതിരിക്കണമെങ്കിൽ പ്രതിപക്ഷം ഈ പറയുന്ന പോലെ ഈ വിഷയം ഏറ്റെടുക്കണ്ടേ, BJP ഏറ്റെടുക്കണ്ടേ? എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല? ഇവിടെയും അവസാനം പിണറായി വിജയൻ പറഞ്ഞതുപോലെയും നമ്മുടെ ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെയൊക്കെ കൊള്ളക്കാരുടെ ലിസ്റ്റ് എടുത്ത് അവസാനം പേരെഴുതുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് തന്നെ ആയിരിക്കും വരാൻ സാധ്യത എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് തോന്നുന്നത്. അതിൻ്റെ പോക്കും അങ്ങനെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.